കൊട്ടാരക്കര എന്ന ദേശത്തെ പ്രസിദ്ധമാക്കിയതിൽ പ്രധാനിയാണ് മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ കൊട്ടാരക്കര ശ്രീധരൻ നായർ. മലയാള സിനിമയുടെ ശൈശവം മുതൽ അതിൻ്റെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ പങ്ക് എത്രത്തോളം വലുതാണെന്ന് ഓരോ മലയാളിക്കും അറിയാം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ മകളായ ബീന കൃഷ്ണകുമാറും മരുമകനായ കൃഷ്ണകുമാറുമാണ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും അവരുടെ വഴിയെ പായുമല്ലോ. അച്ഛൻ പോയിട്ട് എൻ്റെ വിവാഹം നടത്തിയതും ഞങ്ങളെ സംരക്ഷിച്ചതും ഒക്കെ എൻ്റെ ബ്രദർ തന്നെ, എൻ്റെ അണ്ണനാണ്. സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നിരുന്നു. ശരിക്കും എന്നെ ആയിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. ശരിക്കും മോളെ അത് മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ, മകളെന്നുള്ള രീതി പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര വേദനയായിട്ടായിരിക്കുന്നത്. എനിക്ക് ഒരു ഹാപ്പി മൂഡ് തോന്നുന്നില്ല എനിക്കത് പറയാൻ. പാർവതി ഇല്ലേ പേര്? പാർവതി വല്ലാതെ എന്നെ കുഴപ്പിക്കുന്നുണ്ട് കേട്ടോ ചോദ്യം. കാരണം പാർട്ടിയായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇത് മുന്നോട്ട് കൊണ്ടുവന്നവരാണേലും. ഓർമ്മ വെച്ച കാലം മുതലേ അച്ഛനൊരു അഭിനേതാവാണ്. അപ്പോൾ ഒരു പിതാവ് എന്നതിനപ്പുറം ഒരു അഭിനേതാവ് എന്ന നിലയിൽ അച്ഛൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ ഇപ്പം അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കൊട്ടാരക്കര മീഡിയയ്ക്കൊരു എന്താ പറയുന്നത് ഒരു പറയുകയാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട്, കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സെലിബ്രിറ്റി അല്ല, എൻ്റെ ഫാമിലി ഫുള്ള് ഈ ഒരു ഫീൽഡാണെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഫീൽഡിലേക്കില്ല. അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ കഴിയുകയാണ്. അച്ഛൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ മോളെ, എൻ്റെ അച്ഛന് 64 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ്റെ വേർപാട് ഞങ്ങളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരു 15 വയസ്സിനകത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുന്നത്, നമ്മളെ കാണുമ്പോഴും നമ്മളോട് അടുത്ത് ഇടപെടാനും, ടീച്ചേഴ്സായാലും സ്റ്റുഡൻസ് ആയാലും നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു ആനന്ദമായിരുന്നു. ഊഹിക്കാമല്ലോ ഒരു ആർട്ടിസ്റ്റിൻ്റെ മകൾ എന്നുള്ള രീതിയിൽ ആ ഒരു സുഖം നന്നായിട്ട് അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ അച്ഛൻ ഒത്തിരി പ്രമുഖരായിട്ട് ബന്ധം ഉണ്ടായിരിക്കുമല്ലോ സിനിമകൾ. അപ്പോൾ അവരൊക്കെ വീടുകളിൽ വരുന്നത്, അപ്പോൾ കുട്ടിക്കാലം ആകുമ്പം അതൊക്കെ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമല്ലേ. അപ്പോൾ അങ്ങനെ പ്രമുഖരൊക്കെ വീട്ടിൽ വരുമ്പം അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ സ്കൂൾ വിട്ടൊക്കെ ഞാൻ വരുമ്പോൾ ഇതുപോലെ സീറിൻ്റെങ്ങളുടെ, സോമനങ്ങളുടെ, ബാലേന്ദ്രങ്ങളുടെ ഒക്കെ വണ്ടികൾ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ വാതിക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാം ആരോ വന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ വീട്ടിലെപ്പോഴും ഉണ്ടാകത്തില്ല. അച്ഛനുള്ള സമയത്താണ് എല്ലാവരുടെയും വിസിറ്റിങ്. ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ എല്ലാവരും ഒന്നിച്ചായിരിക്കും ഒരു വണ്ടിയിലായിരിക്കും വരിക. അപ്പോൾ അച്ഛനെ ഇറക്കിയിട്ട് അവർ പോകുന്ന അങ്ങനെയും വരാം. അപ്പോൾ അത് ഒരുപാട് ഓർമ്മകളാണ്. പിന്നെ മധുങ്കളുടെ ആയിട്ടും നല്ല ഇതുണ്ടായിരുന്നു എൻ്റെ ചെറിയ നാളിൽ. അച്ഛൻ ഈ എല്ലാ മാസവും വർഷത്തിലായാലും ഈ വാസോവിലാസം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു ആയുർവേദ ഒരു ഇതുണ്ട്. മധുങ്കളും അച്ഛനും കൂടെ ആയിരുന്നു അവിടെ പിഴിച്ചിൽ. അവർക്കൊരു റെസ്റ്റ് ഉണ്ട്, ഫീൽഡ് വർക്കൊക്കെ ഒരു ഇടവേളയിൽ അങ്ങനെ ഒരു ചിട്ട ഉണ്ടായിരുന്നു. ഒരു ചിട്ടയായിരുന്നു അത്. ആ ടൈമിലൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ എന്നെയും കൂട്ടും. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് അമ്മയുണ്ടാവും, ഒപ്പം ഉണ്ടാവും. അപ്പോൾ മധുവങ്കളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. മധുവങ്കൾ പിന്നെ വീട്ടിലൊക്കെ വരുമായിരുന്നു. അച്ഛൻ ഞങ്ങൾ അങ്ങോട്ടും പോകുമായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം സോമങ്കളായിട്ടൊക്കെ നല്ല നല്ല അടുപ്പമായിരുന്നു. എൻ്റെ ചെറിയ നാളിലൊക്കെ സോമങ്ങളുടെ വീട്ടിൽ പോവുകയും ഞങ്ങൾ അതുവഴി പാസ് ചെയ്യുമ്പോൾ എല്ലാം അച്ഛൻ അവിടെ കയറിയും അങ്കിളും ഇതുപോലായിരുന്നു, ഇങ്ങോട്ട് വരികയും. അപ്പോൾ ഇപ്പം ഞങ്ങൾ കുറേ ഗ്യാപ്പിന് ശേഷം ഞങ്ങളിപ്പോൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ അതുവഴി പാസ് ചെയ്താലും എപ്പോഴും വിചാരിക്കും സോമങ്കളില്ല, ഇപ്പം ഓർമ്മകളേ ഉള്ളൂ. എൻ്റെ ചെറിയ നാളിലുള്ള ഓർമ്മകളേ ഉള്ളൂ എനിക്ക് അങ്കിളുമായിട്ടൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അവിടെ ഒന്ന് കയറണമെന്ന് വരും. അങ്ങനെ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഇപ്പം 2 ആഴ്ച ആയതേ ഉള്ളൂ, ഞങ്ങൾ വീണ്ടും ആ ബന്ധം ഒന്നും കൂടെ ഇതായി. അങ്ങനെ കയറി. ചേച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നെ ഓർമ്മ വരാൻ കാര്യമില്ല, കാരണം ഞാൻ വളരെ ചെറുതല്ലേ. എങ്കിലും സോമങ്ങളുടെ മോനെയും സാജിയും സിന്ധുവിനെയും ഒക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി അങ്ങനെ ഒരു
ഇടവേള ഇപ്പം കഴിഞ്ഞു. ഇപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും അങ്ങനത്തെ അവരുമായിട്ടൊക്കെ ആ നടന്മാരായാലും സംവിധായകരായാലും അവരുടെയൊക്കെ കുടുംബങ്ങളുമായിട്ട് ഇപ്പം അത് മോളെ സ്വാഭാവികമാണ്. ഇപ്പം ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും അവരുടെ വഴിയെ പായുമല്ലോ. നമ്മളിലൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയങ്ങളിലേ ഉള്ളൂ ഇതെല്ലാം ബന്ധങ്ങൾ. പക്ഷേ എന്ന് വെച്ചാൽ ആരുടെയും മനസ്സിൽ നിന്ന് പോകാൻ വഴിയില്ല. പക്ഷേ പിന്നെ അണ്ണനൊക്കെ ഫീൽഡിലേക്ക്, അച്ഛൻ പോയതിന് ശേഷം അണ്ണൻ ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെ അണ്ണൻ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് ഈ ഫീൽഡിൽ. അതുകൊണ്ട് അണ്ണനോടൊപ്പമുള്ള ലൈഫ് എനിക്ക് കുറേ ഉണ്ടായിരുന്നു. എന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പോയിട്ട് എൻ്റെ വിവാഹം നടത്തിയതും ഞങ്ങളെ സംരക്ഷിച്ചതും ഒക്കെ എൻ്റെ ബ്രദർ തന്നെ, എൻ്റെ അണ്ണനാണ്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അണ്ണനൊക്കെ എൻ്റെ ഒരു അച്ഛന് തുല്യം. മനസ്സിലായില്ലേ? ഞാൻ വളരെ എൻ്റെ 15 വയസ്സിൽ ഇതല്ലേ അച്ഛൻ പോകുന്നത്. അപ്പോൾ പിന്നീടുള്ള ലൈഫെല്ലാം അണ്ണനുമായിട്ടുള്ള ലൈഫായിരുന്നു. അപ്പോഴത്തേക്ക് അണ്ണൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും എന്താ പറയുക, അച്ഛനിൽ എനിക്കുള്ള ഓർമ്മകളിലേക്കാളും വീണ്ടും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റുകളായാലും അണ്ണൻ്റെ വർക്കും അണ്ണൻ്റെ തിരക്കും, അപ്പം അതൊക്കെ കുറച്ചുകൂടെ അത് കാണാനും ആസ്വദിക്കാനും അതൊരു ഭാഗ്യം അതുണ്ടായി. പിന്നീട് അണ്ണൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്ക് വീണ്ടും ആ ജനറേഷനിലോട്ട് ഒരു എന്താ പറയുക, എല്ലാവരും അതെ എപ്പോഴും അണ്ണൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കഥകളൊക്കെ എല്ലാ വർക്കിൻ്റെ എല്ലാ സ്റ്റോറിയും വന്നിട്ട് വീട്ടിൽ ഞങ്ങൾക്കൊരു ചർച്ചയുണ്ട്, ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട്. അപ്പോൾ ആ കഥകളൊക്കെ പറയാം. അപ്പോൾ എല്ലാവരുമായിട്ടൊരു ഒരു കാണുന്നത് പോലെ, എല്ലാവരെയും കാണണമെന്നില്ല, എന്നാലും ഏറെക്കുറെ അങ്ങനെ. ചേട്ടനും ചേച്ചിയും അവരൊക്കെ ആയിട്ട് ഇപ്പം എങ്ങനെയാണ്? അപ്പം അവരൊക്കെ വേറെ ട്രിവാൻഡ്രം ബേസ് അല്ലേ? അപ്പം അവരൊക്കെ അവിടെ സെറ്റിൽ ചെയ്തു. അണ്ണൻ സെറ്റിൽ ചെയ്തേക്കുന്നത് എറണാകുളമാണ്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ മാറി. പിന്നെ അറിയാമായിരിക്കുമല്ലോ അണ്ണൻ്റെ ലൈഫിലൊരു ആർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം അണ്ണനും ഉണ്ടായി. അപ്പോൾ അതിൻ്റേതായ അതൊക്കെ അതിൽ നിന്നൊക്കെ ഇതായി അണ്ണനൊരു പുതിയ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ചേട്ടനായാലും ചേച്ചിയായാലും ഇപ്പം എല്ലാവരും സിനിമയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമാ മോഹം ഇല്ലാത്തത് കൊണ്ടാണോ? അയ്യോ, ഞാൻ വരാൻ നിന്ന് ആകെ കുഴപ്പിച്ച് കളഞ്ഞു. ഞാൻ മോളെ സത്യം ആഗ്രഹമില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഈ ഇതിനകത്ത് നമ്മൾ വളർന്നു വരുന്നതല്ലേ. അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ടൈമാണ്, അച്ഛനുള്ള ടൈമാണ്. അപ്പോൾ എൻ്റെ ഏജ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു 14-13 വയസ്സ്. അപ്പോൾ ആ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 18 വിവാഹിതരെ ഇതിലയിലെ ബാലേന്ദ്രങ്ങളുടെ വർക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നിരുന്നു. ശരിക്കും എന്നെ ആയിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. വിവാഹിതരെ ഇതിലെ പാർവതി വരേണ്ട സ്ഥാനത്ത് ഞാനായിരുന്നു അന്ന്. ബാലേന്ദ്രങ്ങൾ വീട്ടിൽ വരികയും ആ ഒരു അടുപ്പം കൊണ്ട് എൻ്റെ ശോഭ ചേച്ചിയുടെ ഹസ്ബൻഡ് ഫീൽഡുമായിട്ടൊക്കെ നല്ല കണക്ഷനുള്ള. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ് ബാലേന്ദ്രങ്ങൾ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലേക്ക് എന്നെ ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്യുന്ന പോലെ ഒരിതായിരുന്നു. പക്ഷേ അതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അമ്മ വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു ടൈമിൽ മോളെ നമ്മുടെ കൂടെ വരാനും അച്ഛനിപ്പം വരാൻ പറ്റത്തില്ല. അമ്മ വീടും അങ്ങനൊരു ഇതാണ്. പിന്നെ നമുക്ക് അങ്ങനൊരു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും വരാനും അതങ്ങനെ അങ്ങ് സ്റ്റോപ്പായി. അതിനിപ്പോൾ എനിക്കൊന്നും വിധിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു ഈ വീട്ടിലേക്ക് വരാൻ. ഇപ്പം സീരിയലിലൂടെ ഒക്കെ ഇപ്പം ചേച്ചിയാണോ അനിയത്തിയാണോ? നമ്മൾ മോളെ 7 പെൺകുട്ടികളാണ്. അപ്പം അതിൽ പിന്നെ 2 ചേച്ചിമാർ ഇതിന് ബാല്യത്തിൽ അച്ഛൻ്റെ കൂടെ, എനിക്ക് തോന്നുന്നു തൊമ്മൻ്റെ മക്കൾ മറ്റുമാണെന്ന് തോന്നുന്നില്ലേ, തൊമ്മൻ്റെ മക്കളിൽ ശോഭ ചേച്ചിയും, ശോഭയ്ക്ക് മൂത്ത ആളും ലൈല എന്ന് പറയും ചേച്ചിയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞോണം ഇതിലേക്കൊന്നും പറഞ്ഞിട്ട് പോയിട്ടുള്ളതല്ല. അച്ഛൻ്റെ കൂടെ ഷൂട്ട് പോയി. അപ്പോൾ അങ്ങനെ അടൂർപാസിയുടെ മകളായിട്ട് ശോഭ ചേച്ചിയും അച്ഛൻ്റെ മകളായിട്ട് ലൈല ചേച്ചിയും, ചേച്ചിക്ക് മൂത്ത ആൾ, അങ്ങനെ അവർ വർക്ക് ചെയ്തിരുന്നു. പിന്നീട് പെൺകുട്ടികൾ ആരും ഈ ഫീൽഡിലേക്ക് വന്നില്ല. പിന്നെ കുറേ ചേച്ചി കോളേജ് ലൈഫ് ആ ടൈമിൽ വന്നിട്ട് ശോഭ ചേച്ചി വീണ്ടും ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ വീണ്ടും പെൺകുട്ടികൾ അങ്ങനെ പോകുന്നതിനോട് അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം പറയുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ തന്നെ വന്നിട്ട് എൻ്റെ കാലും കൈയും വിറക്കുക കേട്ടോ. അപ്പോൾ അങ്ങനൊരു ആളാണ് ഞാൻ. പൊതുവേ ഞങ്ങളെല്ലാവരും അങ്ങനെ കേട്ടോ. ചേച്ചി ഈ പറഞ്ഞോണെ യാദൃച്ഛികമായിട്ട് ആ ചേച്ചി ഈ ഫീൽഡിലേക്ക് വന്നത്. 8ാമത്തെ ഒരു അനീതിയുണ്ട് എനിക്ക്. അയാളാണ് ലാസ്റ്റ് ആൾ. അയാളിപ്പം വൈകിട്ട് അയാൾക്കിപ്പോൾ ഒരു ഭ്രമം, സിനിമയിൽ അഭിനയിക്കാനോ സീരിയൽ അഭിനയിക്കാനോ. ശൈലജ എന്നാ പേര്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട് അയാൾ. ഇപ്പം അങ്ങനെ ഒരു ലേറ്റായിട്ട് അങ്ങനെ ഒരു ഓഫർ കിട്ടിയ
ചേച്ചി ഇനി പോകും? അയ്യോ, എന്നെയാണോ ഉദ്ദേശിക്കുന്നത്? പാർവതി ഇല്ലേ പേര്? പാർവതി വല്ലാതെ എന്നെ കുഴപ്പിക്കുന്നുണ്ട് കേട്ടോ ചോദ്യം. കാരണം ഇനിയിപ്പോൾ വയസ്സായി വരുമല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു വയസ്സുകാലത്താന്ന് തോന്നുന്നു സുഖം അല്ലേ, എല്ലാം സ്വസ്ഥമായിട്ട് ഒതുങ്ങിയിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ചേച്ചി ഫ്രീ ആയിട്ട്, പിന്നെ ആർട്സ് കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട് ചേച്ചി. കുറച്ച് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ. കുറച്ച് വരയ്ക്കും, കുറച്ച് ഇതൊക്കെ ചെയ്യും, പ്രതിമകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എനിക്കൊരു മകനും കൂടെ ഉണ്ട്. മകളുടെ വിവാഹം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പം കുട്ടികൾ രണ്ടുപേരും എന്നെ നിർബന്ധിക്കുന്നുണ്ട്, അമ്മ എന്തെങ്കിലും, അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യൂ. അഭിനയിക്കണമെങ്കിൽ മകന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പോകുന്നെങ്കിൽ 100% അവൻ സപ്പോർട്ടാണ്, അമ്മയ്ക്ക് പോകാം. പിന്നെ ആർട്സിലാണെങ്കിൽ എന്തെങ്കിലും അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോരും. വെറുതെ ഇരിക്കുമല്ലോ. ഇപ്പോൾ മോള് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കുക. എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആവാം. പക്ഷെ ഞാൻ മോളെ ഒന്നിലേക്കും മനസ്സ് പോകാണ്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അറിയത്തില്ല, ഇതൊന്നും ഭഗവാന്റെ കയ്യിൽ ഞാൻ ഭഗവാൻ വിട്ടു കൊടുത്തിരിക്കുമല്ലോ. അതെ, മകനെന്ന് പറയുമ്പോൾ എൻ്റെ മകളുടെ ഭർത്താവിനെയാണ് എനിക്കൊരു മകനും കൂടെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരാളേ ഉള്ളൂ, ഒരു മകളേ ഉള്ളൂ. അപ്പോൾ കുടുംബം ഫുള്ള് സപ്പോർട്ടാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഇപ്പോഴത്തെ അവർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. പക്ഷെ ഞാൻ മോളെ ബാക്കിലേക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ചേച്ചി അതിലേക്ക് വരാണ്ടിരിക്കുന്നത്. ഇപ്പം അച്ഛൻ്റെ സിനിമകളിലൊക്കെ ആ സമയത്ത് ഇപ്പോൾ 15 വയസ്സാകുമ്പോഴാണ് അച്ഛൻ പോകുന്നത്. അപ്പം ആ സമയത്ത് ആ ഒരു സിനിമകളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ഏതായിരുന്നു? ഞാൻ എൻ്റെ ടൈമിൽ കുട്ടിച്ചാത്തൻ്റെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടിട്ടുണ്ട്. ആ അത് ശരിക്കും അച്ഛൻ ലാസ്റ്റ് ചെയ്തത് ജയ്വേതാളം എന്ന് പറഞ്ഞൊരു തെലുങ്ക് ഫിലിമാണ് അച്ഛൻ ശരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് എൻ്റെ ഡബിങ് ഒക്കെ കുറച്ചേ അച്ഛന് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് അച്ഛൻ പോകേണ്ടായി. പിന്നെ മിഴിനീർ പൂക്കൾ അതായിരുന്നു അച്ഛൻ്റെ അതിന് മുന്നേ ആയിട്ട് ചെയ്തത്. ലാസ്റ്റ് ശരിക്കും ജയ്വേതാളം തെലുങ്ക് ഫിലിം അച്ഛൻ ചെയ്തത്. പിന്നെ കുട്ടിച്ചാത്തൻ്റെ വർക്കിനൊക്കെ ഒരാഴ്ചയൊക്കെ ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞോണം അപ്പച്ചൻ മുതലാളി അച്ഛൻ അങ്ങനെ പണ്ടൊക്കെ ഉള്ള ഒരു സുബ്രഹ്മണ്യ മുതലാളി അപ്പച്ചൻ മുതലാളി ഇങ്ങനെ സംഭാവന ചെയ്യുക. ഇന്നല്ലേ ചേട്ടാ അളയാന്നുള്ള സംഭാവനയായിപ്പോയി. അപ്പോൾ അന്നൊക്കെ ആ ഒരു റെസ്പെക്റ്റ് കൂടുതലും വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ബന്ധങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നല്ലോ അന്നൊക്കെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ഒരാഴ്ച അച്ഛനോടൊപ്പം എറണാകുളത്ത് ഇതുപോലെ കുട്ടിച്ചാത്തൻ്റെ വർക്കിന് ഞാനൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന മോൾ നേരത്തെ ചോദിച്ചതുപോലെ എൻ്റെ ഒരു വർക്കിനൂടെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ടൂടെ ആയിരുന്നു. ഒരു പുതിയ ന്യൂ പടം അന്ന് എടുക്കുന്നുണ്ടായിരുന്നു, ഒരു ലവ് സ്റ്റോറി പോലെ. നമ്മുടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ട് റഹ്മാൻ അങ്ങനെ ഒരു ജോഡികളുടെ സിനിമകളില്ലേ ഒരു ടൈമിൽ, അതേപോലെ ഒരു ലവ് സ്റ്റോറി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അതിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോറി കേൾക്കാനും കാണാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരാഴ്ച ഞാൻ അച്ഛനോടൊപ്പം ആ വർക്കിൻ്റെ ടൈമിൽ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു അച്ഛാ എനിക്ക് പറ്റില്ല, എനിക്ക് ക്യാമറ കണ്ടാൽ ഞാൻ മുന്നിലേക്ക് ഓടും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല പറ്റും എന്നാ പറയുക. എന്നെ കിളിയെന്ന് അച്ഛൻ വിളിക്കുക. അപ്പോൾ എൻ്റെ പേര് ബീന എന്നാണെങ്കിലും കിളിയെന്ന് അച്ഛൻ വിളിക്കുക. അപ്പോൾ കിളിക്ക് പറ്റും എന്നുള്ളത് അച്ഛൻ ഉറപ്പിച്ച് പറയും. അപ്പോൾ പിന്നെ അതെന്തോ ഒരു ബലം. അപ്പോൾ അമ്മയ്ക്കും സാധാരണ അമ്മ നോ പറയുന്നതാണ്. പക്ഷെ അമ്മയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ചെയ്യൂ, നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവിടെ ഒരാഴ്ച നിന്നു, സ്റ്റോറിയെല്ലാം കേട്ടു, അതെല്ലാം കഴിഞ്ഞു. പക്ഷെ അതും എനിക്ക് യോഗമല്ലാണ്ടായിപ്പോയി. അത് അങ്ങനെയും ബ്രേക്കായി. അതിന് വർക്കിൻ്റെ ഡേറ്റ് വരെയൊക്കെ അറിയിച്ചിരുന്നായിരുന്നു അന്ന്. അത് സ്റ്റോപ്പായിപ്പോയി. അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഓരോ സാഹചര്യങ്ങൾ നമുക്കത് അനുവദിച്ചില്ല, അത്ര തന്നെ. ശരിക്കും മോളെ അത് മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ, മകളെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര വേദനയായിട്ടായിരിക്കുന്നത്. എനിക്ക് ഒരു ഹാപ്പി മൂഡ് തോന്നുന്നില്ല എനിക്കത് പറയാൻ. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അച്ഛൻ്റെ ഒരു പ്രതിമ ഈ നാട്ടിലേക്ക് വരണമെന്ന്. ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, വേസ്റ്റ് വെച്ചിരിക്കുന്ന പോലെ മൂടിക്കെട്ടി വെച്ചിരിക്കുക. ഒരു വല്ലാത്തൊരു വേദനയാണ് അത് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്കറിയില്ല.